നമ്മളെ കഴിഞ്ഞ വീഡിയോ കല്ലുമ്മക്കായി വാങ്ങാൻ പോന്നെയായിരുന്നേ. അപ്പൊ അതെങ്ങനെ ആക്കല് നോക്കിയാലോ. ഇത് വൃത്തിയാക്കി എടുക്കാൻ ഭയങ്കര പണിയാണെങ്കിലും ആക്കി കഴിഞ്ഞാൽ പിന്നെ തീരാൻ വലിയ പണിയൊന്നുമല്ലേ. ആദ്യം ഇത് നല്ലപോലെ കഴുകിയിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പൊ ഇതിന്റെ തോടെല്ലാം ഇളകി വരും. ഇതിന്റെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം വൃത്തിക്ക് കളയണേ. പിന്നെ ഒരു പാൻ വെച്ച് അത് ചൂടാക്കാൻ തന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മീറ്റ് മസാല. ഈ പാനിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ വെച്ച് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കരിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആക്കാൻ വേണ്ടി പോകുന്നത് കല്ലുമ്മക്കായി റോസ്റ്റ് ആണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത കല്ലുമ്മക്കായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ ഉള്ളി ഇട്ട് വഴറ്റണം. അത് കുറച്ചൊന്ന് വാടി വരുമ്പം അതിലേക്ക് തക്കാളിയും കൂടിയിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകവും കുരുമുളകും കൂടി പൊടിച്ചതാണ്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് മാറ്റി വെച്ച കല്ലുമ്മക്കായി അതിലേക്ക് എടുത്ത് തട്ടണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്ത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഇതും കൂടി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ കുറച്ചുകൂടി കരിവേപ്പില ഇടുക. സംഭവം സെറ്റ് ആണ്. കല്ലുമ്മക്കായിനെ കൊണ്ട് തന്നെ കുറെ വെറൈറ്റി ഡിഷെല്ലാം ഉണ്ട്. നമ്മൾ പക്ഷെ അധികം കല്ലുമ്മക്കായി ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കഴിക്കല്. പിന്നെ ഇന്ന് ചോറിന്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി കുറച്ച് അധികം നോൺ വെജ് എല്ലാം ഉണ്ട്. അപ്പൊ കല്ലുമ്മക്കായി കിട്ടുമ്പോ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.